അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രേതകഥ കേട്ടിട്ട് എല്ലാവരും ഉണ്ടായ കഥകളൊക്കെ കേൾക്കണം. അത് ഇത്തിരി കുറച്ച് പറഞ്ഞാൽ പോരാ, കുറച്ചധികമായിട്ട് പറയണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അമ്മയുടെ അപ്പനെ, അതായത് ഞങ്ങളുടെ അപ്പൂപ്പനെ ഉണ്ടായ ഒരു കഥ പണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാണെന്നൊന്നും എനിക്ക് അന്ന് കേട്ട ഒരു ഓർമ്മയില്ലേ. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ അനിയത്തിനെ വിളിച്ചിട്ട് ആ കഥ എളാമയ്ക്ക് അറിയണതല്ലേ. അപ്പോൾ എളാമ പറഞ്ഞ എനിക്കറിയണ്ടാണ്, ഞാൻ പറഞ്ഞു തരാം. അപ്പം അതിന് മുമ്പ് ഞാനൊരു ചെറിയ വിശേഷം പറയാം. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ കൂട്ടുകാരിയിലെ പണ്ട് പഠിച്ച സ്കൂളും പിന്നെ ആ പരിസരം, പിന്നെ അങ്ങോരുടെ അപ്പൻ പോലീസുകാരനാണ്, റൈറ്ററായിരുന്നു. അപ്പോൾ അങ്ങേരി ഇരുന്ന പോലീസ് സ്റ്റേഷനും പിന്നെ അവർ താമസിച്ച ക്വാർട്ടേഴ്സ്, പിന്നെ ആ ക്വാർട്ടേഴ്സിൻ്റെ അടുത്തുള്ള സ്കൂളും ഒക്കെ ഒന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിരുന്നു. പറവൂര് പോലീസ് സ്റ്റേഷനിൽ അങ്ങ് ഇരുന്നത്. അപ്പോൾ ആ ഭാഗം പറവൂര് എന്ന് പറഞ്ഞ ആളുടെ ചെറുപ്പകാലം ഒക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് 50 വർഷം കഴിഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടോ. ഞങ്ങൾ ആ സ്കൂളിലേക്ക് പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വിട്ട സമയമായിരുന്നു. അപ്പം എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് അമ്മച്ചിയാണോ കൂട്ടി കൊന്നെൻ്റെ അടുത്തേക്ക്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളേനെ ഓരോരുത്തർ തിരിച്ചറിയാന്ന് പറയുന്നത് അതൊരു വലിയൊരു സംഭവമാണ്. അപ്പോൾ അത് 6ാം ക്ലാസ്സിലത്തെ കുട്ടികളായിരുന്നു. അപ്പം ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ സ്കൂളിൽ എത്ര പിള്ളേരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറയാ ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ പഠിക്കുന്ന ഡിവിഷനിലെ ആകെ 20 കുട്ടികളുള്ളൂന്ന്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമായി. ദൈവമേ, മലയാള മീഡിയം ആകെ പോയി, ഒക്കെ ഇംഗ്ലീഷിലേക്ക് പോവല്ലേ. അപ്പം ഞാൻ പറഞ്ഞവരോട് അവരെ ഞാൻ ആശ്വസിപ്പിച്ചു, 20 കുട്ടികളല്ലേ ഉള്ളൂ, അത് കാരണം നിങ്ങൾക്ക് നന്നായി പഠിക്കാം, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെ നന്നായി പഠിപ്പിക്കുക അവർ, കാരണം നിങ്ങൾക്ക് വിജയിച്ച് പോവാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 6ാം ക്ലാസ്സിലത്തെ 7ാം ക്ലാസ്സിലത്തെ 8ാം ക്ലാസ്സിലത്തെ 9, 10 എല്ലാ കുട്ടികളും ഇങ്ങനെ എത്തിച്ചു നോക്കുക. കുട്ടികൾക്കൊക്കെ നാണം. പിന്നെ ഉള്ളവരൊക്കെ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം ഞാൻ അവരോട് സംസാരിച്ചു. അമ്മച്ചി ഒരു ഫോട്ടോ എടുത്തു. ഞാൻ എല്ലാവരും നിന്നിട്ടുള്ള കുറച്ച് ഫോട്ടോകൾ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇത് ഇടാന്ന് പറഞ്ഞപ്പോൾ എല്ലാ കുട്ടികളും എൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ നീട്ടത്തിൽ പേര് പോയപ്പോൾ ഞാൻ പറഞ്ഞു, പേരുകളൊന്നും ചിലപ്പോൾ എനിക്ക് ഓർമ്മ ഒന്നും വരില്ല, പക്ഷെ ഞാൻ ഈ ഫോട്ടോ വീഡിയോയിൽ ഇടാം. സ്കൂള് ആള് പഠിച്ച ക്ലാസ് റൂം അതൊന്നും പൊളിച്ചു പോയിട്ടില്ല. അത് കണ്ടപ്പോൾ ആൾ ഓടി വന്നിട്ട് അത് തുറക്കാനും ഞാനിരുന്ന ബെഞ്ച് അവിടെ ഉണ്ട് എന്നുണ്ട്, പക്ഷെ അത് പൂട്ടി കിടക്കായിരുന്നു. എന്നാൽ ആ പൂട്ടിയ വാതിലിൻ്റെ ഇരുത്ത് നിന്നിട്ടാണ് ആ ചേച്ചി ഫോട്ടോ എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. എന്താണെന്ന് വെച്ചാൽ അന്ന് കാലത്ത് ഇപ്പം ഞാൻ നെല്ലിക്കുന്ന് സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പം ശരി, നമുക്ക് മക്കളുടെ ഫോട്ടോകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ 90 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ സംഭവം. 90 വർഷങ്ങൾക്ക് മുൻപ് അപ്പാപ്പൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് ഒരു അനിയനും ഉണ്ടായി. അപ്പോൾ 2 പേരുള്ളോട്ടെ മക്കൾ ആ സമയത്ത്. അപ്പോൾ അന്ന് കാലത്ത് എന്ന് പറഞ്ഞാൽ വേറെ താമസിക്കാൻ പോയെങ്കിലും ഇവർക്ക് അവരുടെ അപ്പൻ്റെ കയ്യിൽ നിന്ന് സ്ഥലമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കൃഷിക്കുള്ള സ്ഥലങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കൃഷി ചെയ്യണമെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥലത്തിലെ അന്ന് പാട്ടത്തിന് എടുത്തിട്ടാണ് പണിയുക. അപ്പോൾ പണിതിട്ട് കിട്ടണതിൽ നിന്ന് കുറച്ച് അവർക്ക് കൊടുക്കും, ബാക്കിയുള്ളത് ഇവരെടുക്കും. അങ്ങനെയാണ് പാട്ടത്തിന് പണിയുണ്ട്. അപ്പോൾ അപ്പാപ്പൻ ഇങ്ങനെ കുറേ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നായന്മാർ പറഞ്ഞു, സ്ഥലം ഞങ്ങൾക്ക് എല്ലാം വിട്ടു തരണം. അപ്പോൾ അപ്പാപ്പൻ പറഞ്ഞു, പറ്റില്ല, ഈ പ്രാവശ്യത്തെ വിളവൊന്നും എടുക്കാണ്ട് ഞങ്ങൾ എങ്ങനെ സ്ഥലം വിട്ടു തരണം. അങ്ങനെ പറഞ്ഞ അപ്പാപ്പ സമ്മതിക്കാണ്ട് വാക്ക് തർക്കമൊക്കെ ആയി. അങ്ങനെ അപ്പാപ്പൻ അത് വിട്ടുകൊടുക്കാണ്ട് ഈ ഇപ്പം ഇറക്കിയ കൃഷിയുടെ എല്ലാം കിട്ടി കഴിഞ്ഞിട്ട് അവരെ സ്ഥലം അങ്ങോട്ട് തിരിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ പതിവ് പോലെ അപ്പാപ്പൻ ജോലിക്ക് പുലർച്ചെ ഇറങ്ങുമ്പോൾ അമ്മാമ്മോട് യാത്രയൊക്കെ പറഞ്ഞ് അപ്പാപ്പൻ ഈ വിജനമായ വഴിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലാണെങ്കിൽ ഒരു മനുഷ്യന്മാരില്ല. അപ്പോൾ അങ്ങനെ അപ്പാപ്പനാണെങ്കിൽ ഭയങ്കര ധൈര്യമാണ് ആളുടെ കയ്യിൽ എപ്പോഴും ഒരു വെട്ടോത്തി ഉണ്ടാവും. അങ്ങനെ പോയി ആളുടെ ആ പറമ്പിലെത്തി അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഈ കുഴിച്ചിട്ട കമ്പുകൾക്കൊക്കെ നിറച്ച് ഇലകൾ വന്നപ്പോൾ അതൊക്കെ വെട്ടാനായിട്ട് നിന്നു.
അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് ഈ വേറെ മരമൊക്കെ നിൽക്കുന്നുണ്ട്, മരത്തിൻ്റെ മുകളിൽ നിന്ന് ഭയങ്കര സൗണ്ട്. അപ്പോൾ വിജനമായ ഇതായ കാരണം കൊണ്ട് അപ്പാപ്പന ആ സൗണ്ട് വേഗം വീണ്ടും ആളുടെ പണി തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും ഇതേ മരത്തൊരു വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഇതുപോലത്തെ ഭയങ്കര സൗണ്ട് എന്ന് വെച്ചാൽ അത്രയും ഭയങ്കര സൗണ്ട്. അപ്പോൾ ആള് പതുക്കെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു ഭീകര സാധനം ഇങ്ങനെ ഉരുണ്ടുണ്ടാ വരണേന്ന്. അപ്പോൾ ഇത് എന്തൊട്ട് സാധനം എന്ന് വെച്ചിട്ട് ഇങ്ങനെ ആള് മരത്തിന്റെ മുകളിൽ നോക്കിയപ്പോൾ ഈ ആളിനെ ലക്ഷ്യം വെച്ചിട്ടാണ് വരണത്. അപ്പോൾ ഇതെന്താ അങ്ങനെയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി. അപ്പോൾ അപ്പാപ്പൻ്റെ അടുത്തേക്ക് എത്താറായി. ആളപ്പോൾ പണി നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കാണ്ട് ആള് സ്പീഡിൽ നടന്നു. വെട്ടോത്തി കയ്യിൽ നിന്ന് മാറ്റണില്ലേ. ആള് വിശ്വാസ പ്രമാണം ചെല്ലി കുറേ വഴി നടക്കണം വീട്ടിലേക്കെത്താൻ. പോണ വഴിയിൽ മുഴുവൻ വിശ്വാസ പ്രമാണം ചെല്ലി. ഈ കഴുത്തിലൊരു വെന്തിങ്ങിയും കിടക്കുന്നുണ്ട്, പിന്നെ കയ്യിൽ വെട്ടോത്തിയുണ്ട്. അങ്ങനെ സ്പീഡിൽ നടക്കും തോറും പിന്നിരുന്ന് കല്ലുകൾ എടുത്ത് ഏറി തുടങ്ങി. ചരലുകല്ലില്ലേ, വലിയ വണ്ടകല്ലുകളല്ല, ചരലുകൾ എറിഞ്ഞൊടുങ്ങി. അപ്പോൾ ആള് വിശ്വാസ പ്രമാണം ചെല്ലി ഓട്ടായിട്ട് വീണ്ടും ആളുടെ മുന്നിലേക്ക് മേത്തേക്ക് ഒക്കെ കല്ല് വന്നു തുടങ്ങി. അപ്പോൾ ആള് തിരിഞ്ഞു നോക്കാണ്ട് ഇങ്ങനെ പോയി വീടെത്താറായിൻ്റെ. എന്നാലും ആളുടെ ഈ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് ഒരു മാറ്റം വരുത്താണ്ട് ആള് ഇത് ചെല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് ഒരു വിധം കാലെടുത്ത് വെച്ച് കയറി വാതിലടയ്ക്കാനൊന്നും പറ്റിയില്ല. അന്ന് ആള് വരുമ്പോഴേക്കും മാമ ചോദിച്ചാൽ എന്താ പറ്റി എന്താ ഉണ്ടായെന്ന് ചോദിക്കണ്ടേ. ആൾക്ക് പറയാൻ കിട്ടണില്ല. പക്ഷേ വിശ്വാസ പ്രമാണം ആളത് കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മാമ്മോട് ഒരു അക്ഷരം മിണ്ടണില്ല. എന്നിട്ട് പ്രാർത്ഥന എത്തിക്കുന്ന സ്ഥലത്ത് ഓടി വന്ന് ഇരുന്നിട്ട് ആള് വിശ്വാസ പ്രമാണം നിർത്തിയിട്ട് ബൈബിൾ എടുത്തിട്ട് അങ്ങടെ ഉറക്ക വായിച്ചു തുടങ്ങി. അപ്പോഴും ഈ പെരേര മുകളിലേക്ക് കല്ലുകളെ ചറപ്പറാന്ന് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ആളെന്ത് ചെയ്തു, ഈ വെട്ടോത്തി അപ്പോഴും കയ്യിൽ നിന്ന് മാറ്റിയിട്ടില്ല. അങ്ങനെ അമ്മാമ്മയ്ക്ക് പേടിയായി. അമ്മാമ്മ പോയി വാതിലടച്ചിട്ടു. അപ്പോഴേക്കും നോക്കുമ്പോൾ അകത്ത് നിറച്ച് മണലും ചരലും. ഇതെങ്ങനെ ഇത് വരണേന്നൊന്നും അറിയാൻ പറ്റണില്ല. പിന്നെ അപ്പാപ്പൻ അവിടെ നിന്ന് കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് പറയണ്ടേ. ഈ പേടി തന്നെ. അവസാനം ആരൊക്കെയോ വന്നിട്ട് ഇങ്ങനെ പണിക്കരെ കൊണ്ടുവന്ന് നമുക്ക് നോക്കിക്കാം എന്തുട്ടാന്നുള്ളത് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇതിൽ അങ്ങനെ പണിക്കരെ കൊണ്ട് നോക്കലൊന്നുമില്ലല്ലോ. അവസാനം രക്ഷയില്ല എന്ന് വിചാരിച്ചപ്പോൾ പണിക്കരെ കൊണ്ടുവന്ന് നോക്കി. അപ്പോൾ അവരാണ് പറഞ്ഞത് അന്ന് എന്ന് പറഞ്ഞാൽ ചാത്തൻ സേവയുണ്ടല്ലോ, അതുണ്ടെന്ന് അന്ന് കാലത്ത്. അപ്പം അവർ ചാത്തനെ നേർന്നിട്ട് വിട്ടതാണ്. അപ്പാപ്പനെ കൊന്നാലല്ലേ ആ സ്ഥലം കിട്ടുള്ളൂ, അതിന് വേണ്ടിയിട്ട്. അപ്പം അവസാനം എന്ത് ചെയ്തു, അപ്പാപ്പൻ ആ സ്ഥലമൊക്കെ വിട്ടുകൊടുത്താലും ഇത് പോണില്ലേ. ഇത് പുറത്തേക്ക് തന്നെ പോയിനെങ്കിൽ അപ്പം വരും, വേറെ എന്തിനെങ്കിലും വീട്ടിൽ തന്നെയാണെങ്കിൽ അപ്പം വരും. അങ്ങനെയായി. അവസാനം ഇങ്ങനെ പണിക്കര് ഓരോ ഇതൊക്കെ പറഞ്ഞ് അതൊക്കെ ചെയ്ത് അതൊക്കെ പോയിന്ന്. പിന്നെ തന്നെ കെടുക്കില്ല, മരിക്കണ വരയ്ക്ക് ആളുടെ കട്ടിലും ആരും ഇല്ലെങ്കിലും അവിടെ അടുത്തെങ്ങാനും ആൾക്കാർ വേണം. അങ്ങനെയായിരുന്നു. ഭയങ്കര പേടി കടന്നതോടുകൂടി. പിന്നെ ഇത് കെട്ടുകഥയൊന്നല്ല കേട്ടോ, ആൾക്ക് ഉണ്ടായൊരു സംഭവമാണ്. ഞാൻ ആദ്യം കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അത് ഫുള്ളായിട്ട് എനിക്കറിയില്ല. അന്ന് ചെറുതല്ലേ, നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും വേറെ വല്ലയിടത്തേക്കൊക്കെ ശ്രദ്ധയായി. പക്ഷെ എൻ്റെ ചേച്ചിക്ക് അറിയായിരുന്നു. നീ അത് എളാമോട് ചോദിക്കി എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ ഇന്നൊന്ന് എളാമേനെ വിളിച്ചതാ. അതൊന്ന് ശരിക്കൊന്ന് പറഞ്ഞതാ എളാമേ, എന്നാലേ എനിക്ക് ഇതൊക്കെ ഒന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിന്ന് പറഞ്ഞു തന്നതാട്ടോ. അപ്പം പേടിക്കാണ്ടിരിക്കാം, ഇതൊക്കെ ഉണ്ടാവാം. പക്ഷേ എന്നെ കുറ്റം പറയല്ലേ കേട്ടോ. നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒരു 10 ആളെങ്കിലും പറയണം കേട്ടോ, വേണമെന്ന്. എന്നാലാണ് ഞാൻ പറയുള്ളൂ. കഥകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോ വരും.